കേരളത്തിൽ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ, എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിൽ വേണമോ മറ്റെവിടെ വേണമെങ്കിലും നൽകാൻ തയ്യാറാണ് എന്ന നിലയിൽ പറയുമ്പോൾ സംസ്ഥാനം എത്രയോ കാലമായി അതിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് മുഴുവൻ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും എയിംസുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം കേരളത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കേരളം കാണേണ്ടതാണ്. മാത്രവുമല്ല, 5 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ പോലും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ പരിഗണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. BJPക്ക് കേരളത്തിൽ കാര്യമായ പ്രതീക്ഷയില്ല എന്ന് പരോക്ഷമായി സമ്മതിക്കുന്നതിന് തുല്യമാണ്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഓർമ്മയുണ്ട്, 2025-26 ധനവർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളും ആനുകൂല്യങ്ങളും എത്രയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഓർമ്മയുണ്ട്. അത്തരത്തിലൊരു പരിഗണന കേരളത്തിന് കിട്ടാത്തത് ഒരുപക്ഷെ കേരളത്തിൽ BJPക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാകാം. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം ലഭിക്കാതെ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിലേറ്റവും പ്രധാന ഊന്നൽ നൽകി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എയിംസുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും കനത്ത അനീതിയും കൊടിയ വിവേചനവുമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ 2, നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ സൂചിപ്പിച്ച ഈ ഡെഡിക്കേറ്റഡ് കോറിഡോർ, അതായത് മിനറൽസിൻ്റെ സമർപ്പിതമായിട്ടുള്ള ഒരു ഇടനാഴി എന്ന നിലയിൽ കേരളവും ആന്ധ്രാപ്രദേശും തമിഴ്നാടും അതുപോലെ തന്നെ ഒഡീഷ അടക്കമുള്ള 4 സംസ്ഥാനങ്ങൾ അപൂർവ ധാതു സമ്പത്തിൻ്റെ ശേഖരമുള്ള 4 സംസ്ഥാനങ്ങളാണ്. ആ 4 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കിട്ടിയാൽ മാത്രമേ ഈ കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ പറയാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, തീർച്ചയായും നമ്മുടെ നാടിൻ്റെ അമൂല്യവും അപൂർവവുമായിട്ടുള്ള ധാതു സമ്പത്ത് ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. അത് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പൊതുതാൽപര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം.